ദൈവപിതാവേ എന്നോട് താതൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യന. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യന. ഈ പരിശുദ്ധ അൽത്താരയിൽ നിന്നൊഴുകുന്ന ശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ. മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ എൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കണമേ. ഒത്തിരി കുറവുകളുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ അൽത്താരയിൽ ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി കർത്താവ് എടുത്ത് മാറ്റിമറിക്കുന്ന അനുഭവം സംഭവിക്കപ്പെടും. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ ഇസ്രായേൽ ജനത്തെ വളരെ വ്യക്തമായി സംരക്ഷിച്ച ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ സംരക്ഷിക്കുന്ന സമയമാണ്. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആഗ്രഹിക്കണം. ഓരോ വ്യക്തിയും രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിക്കണം. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ, മോശയ്ക്ക് ലഭിച്ച അഭിഷേകം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. കുറവുകളുണ്ടായിരുന്ന മോശയെ കർത്താവെ അങ്ങ് അനുഭവത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഉയർത്തിയതുപോലെ എൻ്റെ ജീവിതത്തെയും കർത്താവെ അങ്ങ് ഉയർത്തണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്നൊന്ന് സ്തുതിക്കട്ടെ. ഹൃദയം തുറന്നൊന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഓ ദൈവമേ, എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കർത്താവെ അഭിഷേകത്തിൻ്റെ ആത്മാ വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. എന്താണ് നിന്റെ സ്വഭാവത്തിലെ കുറവുകൾ? ആ കുറവുകളെ ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുക. പല വിധത്തിൽ സ്വഭാവത്തിൽ കുറവുകൾ നമുക്കുണ്ട്. അമിതമായ ഭയം അനുഭവിക്കുന്നവരുണ്ടാവും. നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഭയം. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും നശിപ്പിക്കുന്നുണ്ടാവും. അമിതമായ ദേഷ്യപ്രകൃതി, തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം, നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം ദേഷ്യപ്രകൃതിയുള്ളവരുണ്ട്. സമർപ്പിക്കുക. അമിതമായ ആകുലപ്പെടുന്നവരുണ്ട്. എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവം, ഓർത്തോർത്തോണ്ടിരിക്കുന്ന സ്വഭാവം, ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം, ഭാരം, ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവ രീതി. നിന്റെ സ്വഭാവത്തിലെ കുറവുകളെ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുക. ചില ജഡിക പാപപീഡകൾ നിനക്കുണ്ടാവും. അത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില തെറ്റായ ജീവിത ശൈലികൾ നിനക്കുണ്ടാവും. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തോടുള്ള അമിതമായ അടുപ്പം നിന്റെ ഉള്ളിലുണ്ടാവും. പ്രത്യേകമായിട്ട് ഈ ലോക കാര്യങ്ങളോടുള്ള അമിതമായ അടുപ്പം. വചനം വായിക്കാൻ താല്പര്യമില്ല, കൊന്ത ചെല്ലാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ താല്പര്യമില്ല. മറിച്ച് 24 മണിക്കൂറിൽ കൂടുതൽ സമയവും മൊബൈൽ ഫോണിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ ജീവിതം നീ നശിപ്പിക്കുന്നുണ്ടോ? ലോക കാര്യങ്ങൾക്കാണോ നീ പ്രാധാന്യം കൊടുക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നീ കൊടുക്കേണ്ട പ്രാധാന്യം കർത്താവിനല്ലേ? നിന്റെ സ്വഭാവത്തിലെ ആ കുറവിനെ സമർപ്പിക്കുക. ഒരുപക്ഷെ ചിലർക്ക് മടി, അലസത, എപ്പോഴും ക്ഷീണം, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല, എപ്പോഴും മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം നിന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മന്ത്രവാദത്തിൻ്റെ ആഭിചാര പ്രവർത്തികളുടെ അപ്രകാരമുള്ള തിന്മയുടെ ഏതെങ്കിലും കൂട്ടുകെട്ടിലാണോ, ഏതെങ്കിലും പ്രവർത്തികളിലോ ചിന്തകളിലോ ആണോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന, നുണ പറയുന്ന, ചീത്ത പറയുന്ന, മറ്റുള്ളവരെ എപ്പോഴും വിധിക്കുന്നൊരു സ്വഭാവ രീതിയുണ്ടോ? സമർപ്പിക്കുക.
എൻ്റെ പ്രിയരെ, ഏത് കുറവുകളാണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. ദൈവജനമേ, 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. നീ ഇന്ന് കടന്നു പോകുന്ന നിന്റെ കുറവിനെ സമർപ്പിക്കുക. ഒരുപക്ഷെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ചില അനുഭവങ്ങൾക്ക് ശേഷം മനസ്സിൽ വലിയ ഭാരം, വീട്ടിൽ തന്നെ ഒരു സ്വസ്ഥത ലഭിക്കാത്ത അവസ്ഥ, നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും എപ്പോഴും ദേഷ്യപ്പെടുന്ന, ഇറിറ്റേറ്റഡ് ആവുന്നൊരു സ്വഭാവ രീതി, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. മാതാപിതാക്കളെ ഉണ്ടോ? സ്വന്തം മാതാപിതാക്കളെ അംഗീകരിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? കുടുംബത്തിലെ കാര്യങ്ങൾ വേണ്ട വിധം ഇൻവോൾവ് ചെയ്യാതെ നിന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നൊരു സ്വഭാവ രീതിയുണ്ടോ? ഇതാ യേശുവിൻ്റെ മുമ്പിൽ നിന്റെ ജീവിത ശൈലികളെ മുഴുവൻ സമർപ്പിക്കുക. കർത്താവേ, മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ എൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കണമേ. എൻ്റെ പ്രിയരെ, പഴയ നിയമ ചരിത്രം മുഴുവൻ കുറവുകളുള്ളവരെ അനുഗ്രഹിച്ചതിൻ്റെ ചരിത്രമാണ്. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഇതാ നിന്നെയും അനുഗ്രഹിക്കുകയാണ്. ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കുകയാണ്. മോശയെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കുകയാണ്. ദാവീദിനെയും സോളമനെയും ഏലിയായും ഏശയ്യായും ജെറമിയായും തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കുകയാണ്. പുതിയ നിയമ ചരിത്രതാളുകളിൽ 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തു. ഒത്തിരി കുറവുകളുണ്ടായിരുന്ന ശിഷ്യന്മാർ. എന്നാൽ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാഭിഷേകം അവരുടെ സ്വഭാവം മാറ്റിമറിച്ചെങ്കിൽ ഇതാ ഈ സമയത്ത് നീയും ഞാനും വിശ്വസിക്കുന്നു, എൻ്റെ സ്വഭാവത്തെയും ഈ ദൈവിക ശക്തി പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. ഹല്ലേലൂയ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കുന്നു, കണ്ണുകളടച്ച്. മോശയ്ക്ക് ദൈവം നൽകിയ വാഗ്ദാനം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 17-ാം തിരുവചനത്തിന്റെ ശക്തി നമ്മളൊക്കെ നിറയപ്പെടുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ ആവശ്യപ്പെടുന്ന ഈ കാര്യം നിനക്ക് സാധിച്ചു തരും. എല്ലാവരും ഈ നിമിഷം എന്താണാവോ നിന്റെ നിയോഗം അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇതാ ഈശോ നിന്റെ ആഗ്രഹങ്ങളിൽ അതിശക്തമായി ഇടപെടുകയാണ്. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പല 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 നിയോഗങ്ങളുണ്ട്. അതെന്താണോ അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയോട് പറയുക, ഈശോയെ, ഇതാണ് എൻ്റെ നിയോഗം, ഈ വിഷയത്തിൽ കർത്താവെ അത്ഭുതകരമായി ഇടപെടണമേ. ഇതാ ഈശോ നിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ജീവിത വഴികളിൽ നീ കടന്നു പോകുന്ന അവസ്ഥ ഈശോയ്ക്ക് നിന്നെ നന്നായി അറിയാം. ഈശോയ്ക്ക് നിന്നെ നന്നായി അറിയാം. ഓരോ വ്യക്തിയും ഇത് സ്വീകരിക്കുക. എൻ്റെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം എന്നെ സാധിച്ചു തരും. ദൈവത്തിന് എന്നെ നന്നായി അറിയാം. കാരണം എൻ്റെ ദൈവത്തിന് എന്നെ അത്രമേൽ വലിയ സ്നേഹമാണ്. എൻ്റെ ദൈവത്തിന് അത്രമേൽ വലിയ സ്നേഹമാണ്. ഓരോ വ്യക്തിയും 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വാഗ്ദാനം ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുക. എൻ്റെ ദൈവത്തിന് എന്നെ അത്രമേൽ വലിയ സ്നേഹമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കർത്താവ് സാധിച്ചു തരുന്നു. കാരണം എൻ്റെ കർത്താവിന് എന്നെ നന്നായി അറിയാം. ഓരോ വ്യക്തിയും ഉള്ളൊരുകി ആഗ്രഹിക്കട്ടെ ഈ വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നന്ദി, അനന്ത സ്നേഹത്തിന് നന്ദി. വിശ്വസിക്കട്ടെ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോ ആശീർവദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മോശയ്ക്ക് നൽകിയ അതേ വാഗ്ദാനങ്ങളുടെ ആശീർവാദം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 17-ാം തിരുവചനം. മോശയോട് കർത്താവ് പറഞ്ഞു, മോശേ, നീ ആവശ്യപ്പെട്ട ഈ കാര്യം നിനക്ക് സാധിച്ചു തരും. മോശേ, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. മോശേ, എനിക്ക് നിന്നെ നന്നായി അറിയാം. ദൈവമേ, ഈ വാഗ്ദാനത്തിൻ്റെ ആശീർവാദം ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ
അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.